കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട്. അവർ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇതാരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, ഇതാണ് മഹീന മുന്ന. ഇവരെ കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ചക്കപ്പഴത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, ചക്കപ്പഴം ആ ഒരു സീരിയലിനകത്ത് അഭിനയിച്ചിട്ടുള്ള റാഫിയുടെ ഭാര്യയായിരുന്നു. ഇപ്പൊ അവർ സെപ്പറേറ്റഡ് ആണെന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ സെപ്പറേഷനുള്ള കാരണം, എങ്ങനെയാണ് ഇവരിത് പ്രസന്റ് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫാമിലി ബ്ലോഗേഴ്സായിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അതിട്ട് പലരുടെയും ശ്രദ്ധ നേടിയിട്ട് ഫോർച്യൂണർ വാങ്ങുക. ഇതാണല്ലോ ഇപ്പോൾ ഒരു സർക്കാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. എല്ലാ കുടുംബങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കണോ അതോ അത് തല്ലിപ്പിരിച്ച് എങ്ങനെ കൊണ്ടുപോകണോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ചക്കപ്പഴത്തിലെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ടിരുന്ന ഒരാളാണ് റാഫി. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന് വലിയ നിലയിലേക്ക് പോയ ഒരാളാണ്. അദ്ദേഹം വിവാഹിതനായി അദ്ദേഹം വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പേരാണ് മഹീന. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇവർക്കിടയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മഹീന റാഫി എന്നുള്ള പേര് മാറ്റി ഇവർ മഹീന മുന്ന എന്നാക്കി. അങ്ങനെ കുറെ കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതേ ചുറ്റിപ്പറ്റി അന്ന് മുതൽ ഇതേ വിഷയം പല ആളുകളും കമന്റ് ബോക്സിൽ വീണ്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ, നിങ്ങൾ പിരിഞ്ഞോ, അങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നു. ഒപ്പം ഇവരെ അറിയുന്ന ഇവരുടെ സുഹൃത്തുക്കളോട്, ഫാമിലിയോടൊക്കെ ചോദിക്കുന്നു. ഇതിനെ തുടർന്നിട്ട് മഹീന അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇത് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന പല ആളുകളും കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് തുറന്നു കാണിച്ച് അതിൽ നിന്നും കുറച്ച് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം മുന്നോട്ട് പോകുമ്പോഴത്തേനും ചുരുക്കം ചില ആളുകൾ അങ്ങനെയല്ല, ഇങ്ങനെയും ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാം എന്നൊരു മാതൃകയാണ് പല ആളുകൾക്ക് മുമ്പിലേക്ക് തുറന്നിട്ട് തരുന്നത്. നമുക്ക് ആദ്യം മഹീനയ്ക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ട് നോക്കാം. ഞാൻ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യം. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം എന്നില്ല, ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ലൈഫ് ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പല ആൾക്കാരുടെയും വളരെ നല്ല കാര്യമാണ്. ലൈഫ് ചർച്ചാ വിഷയമാക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇത് ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേനും കാണുന്ന ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല ഇടത്ത് വെച്ച് പല രീതിയിൽ പറയും. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് ചർച്ചാ വിഷയമാക്കണ്ട. അത് കേൾക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ഓക്കെയാണ്, എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നാലും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ദമ്പടി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാം. യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പലരുടെയും ലൈഫ് യൂട്യൂബിൽ അവർ ചർച്ചാ വിഷയമാക്കിയിട്ട് അതൊരു കുടുംബകാര്യം അതൊരു യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് പ്രശ്നേഷേ മോനിട്ടാണോ ഒരു സംശയമുണ്ട് കേട്ടോ. ഈ സാധനം എനിക്ക് താല്പര്യമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവുമോ, അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും വേറുള്ളവർ വന്ന് ചോദിക്കുകയാണ്, നിൻ്റെ ഫ്രണ്ടല്ലേ മഹീന, സോ അവർ സെപ്പറേറ്റഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് നാട്ടുകാരുടെ ആ ശുഷ്കാന്തി അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവരുടെ സുഹൃത്തിനോട് അല്ലെ കുടുംബാംഗങ്ങളോട് ഓരോരുത്തർ പോയി മെസ്സേജ് ചോദിക്കുന്നു, നിന്റെ ഫ്രണ്ടല്ലേ മഹീന സെപ്പറേറ്റഡ് ആണോ, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവര് നിന്നിലേക്ക് ചോർത്തിട്ട് നീ ഇത് ഞങ്ങളിലേക്ക് ചോർത്തു. എന്നെ ശുഷ്കാന്തിയുള്ള ജനങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രൈവസി കീപ്പ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഒരിക്കലും അവർ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കണമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ തലയിട്ട് അല്ല എനിക്ക് അറിഞ്ഞേ പറ്റൂ, അല്ല ചുമ്മാ അങ്ങനെ ചെന്ന് കയറാതിരിക്കുക. അപ്പോൾ ഇവർ ബാക്കി പറയുന്നത് കേൾക്കാം. കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെ തേച്ചതാണ്, അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്. പല അത് കറക്റ്റാട്ടോ. കാലാകാലങ്ങളായിട്ട് തേക്കുക എന്നൊരു വാക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ ക്ലീൻ ആയിട്ട് തേക്കുന്ന ഒരുപാട് ആണുങ്ങളുമുണ്ട്. പക്ഷെ ആ ഒരു ടേം കൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഡെഫിനേഷൻ നമ്മൾ പെൺകുട്ടികൾക്കായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല തേക്കുന്ന ആൺകുട്ടികളുടെ തെറ്റുണ്ട്. ഇപ്പോൾ ഏതൊരു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ലൊരു കുടുംബം മുന്നോട്ട് പോകുമ്പോഴത്തേനും അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ആര് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ കാണുന്ന വെച്ചിട്ട് അവൾ തേച്ചതാ, അവൾ തേപ്പരിയ എന്ന് പറയുന്ന
ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ആരുടെ സൈഡിലെ ന്യായം നമുക്കറിയത്തില്ല കേട്ടോ. റാഫി ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു സമീപനവും എടുക്കുന്നില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ എങ്ങും അദ്ദേഹം ഇതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല. ഇവര് നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് കാരണമാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. സോ അവരവരുടെ ലൈഫിൽ വളരെ പേഴ്സണലായിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്ന അവരുടെ വ്യക്തിപരമായ കുടുംബത്തിന്റെ കാര്യമാണ്. അപ്പൊ ഇതിൽ വന്നിരുന്ന അഭിപ്രായം പറയും, നീ ആരടാ നിൽക്കും. അതാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയും. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇതിൽ നിന്നും ഇവർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തോ ഫാൾട്ട് രണ്ടുപേരുടെ സൈഡിലുണ്ട്. അപ്പോൾ ഇവരുടെ എന്തോ ചില സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ഇവരത് വേണ്ടാന്ന് വെച്ചത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് ഇവർ രണ്ടും പറയാത്തടത്തോളം കാലം ഒരു കുടുംബത്തിൽ അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയില്ല. അപ്പോൾ ആ സത്യം അവരോട് ചേർന്ന് മണ്ണിലടിയിലാവും. വല്ല പോലീസ് സ്റ്റേഷനിൽ കുറിച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ബാക്കി കേൾക്കാം. ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട്, വഴക്ക് കാണിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് അത് എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇടുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പലരും വഴക്കും പ്രശ്നമെല്ലാം ഇടാറുണ്ട്. പക്ഷേ ഞാൻ എന്താണെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഇവിടെ കണ്ടുപിടിക്കടാ പ്രശ്നങ്ങൾ എടുത്തിരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ കണ്ടുപിടിക്കടാ. പ്രശ്നങ്ങൾ കണ്ട് കൈയടിക്കാൻ പല ആളുകളും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആ പ്രശ്നം കൊണ്ട് വീഴുന്ന മുറിവിനെ ഒന്നിച്ചു ചേർക്കാൻ അതാണ് പാട്. മറ്റേത് കീറി മുറിക്കാൻ എളുപ്പമാണ്, ഒന്നിച്ചു ചേർക്കാനാ പാട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കാണിക്കാതിരുന്നാൽ പോരെ, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ, അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല. വളരെ വളരെ മെച്യൂർഡായിട്ട് ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്ന കാണുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് അറിയിക്കേണ്ടത്, എന്താണ് കാണിക്കേണ്ടത് എന്നുള്ള അവരുടെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള തീരുമാനവും നമ്മുടേതാണ്. ഒരാളെ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ അയാളെ കണ്ട് ഞാൻ നല്ല ധാരണം പറയും എന്ന് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ അനാമിക വിഷ്ണുവിൻ്റെ വിഷയത്തിലൊരു വീഡിയോ ഇട്ടു. അത് എന്താണെന്ന് പോലും കേൾക്കാതെ കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ബോധമില്ലാത്ത കുറേ കമൻറ്റുകളെ മാത്രമേ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു വീണ്ടും വിഷയത്തിലേക്ക് വരാം. തീരുമാനം എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു നല്ല ഡിസിഷനാണ് എന്ന് എനിക്ക് തോന്നി, ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ എന്താണ് കാരണം, അത് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അത് ഞങ്ങളുടെ ലൈഫാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ചർച്ചാ വിഷയമാക്കാനായിട്ട് താല്പര്യമില്ല. വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പണ്ട് കാലങ്ങളിൽ പറയുന്നുണ്ട്, ഒരു വീട്ടിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ഭാര്യമാർ അതെല്ലാം അടിയെല്ലാം താങ്ങിയിട്ട് നമ്മളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കും. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ല പാടില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ നാട്ടിൽ കാണുന്ന 99.99% കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങളില്ലേ? പക്ഷേ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, അതിനകത്ത് നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതിലാണ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ആ തീരുമാനം നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ആ തീരുമാനത്തിൽ നമ്മൾ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും അത് പരമാവധി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അത് നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ച് ഇതിനെ മാക്സിമം കോംപ്ലിക്കൻസ് ആക്കി എല്ലാം നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നോക്കുക. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊട്ടും പറ്റുന്നില്ല, അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതെ എത്രയും പെട്ടെന്ന് നല്ല ഡിസിഷൻസ് എടുക്കുക, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുക. ഗുഡ് ഓർ ബാഡ്, ഫൈനലി ജീവിതം നമ്മുടെയാണെന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം, ഒരുപാട് കുടുംബങ്ങളിൽ, ഒരുപാട് നല്ല 99% കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പല ആളുകളും പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്, മറ്റു പല ആൾക്കാരും പ്രശ്നങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. ഇതിൽ ശരിയായ രീതി ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ വാക്ക് കേട്ടെടുത്ത് ചാടാതെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ ഒരു ഡിസിഷനിലേക്ക് പോവുക. ഒരിക്കലും എന്തും സഹിച്ച് നിൽക്കണമെന്നില്ല, ഒരിക്കലും ഒന്നും സഹിക്കാതെ നിൽക്കാനും പാടില്ല എന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ പറ്റിയ ഡേറ്റാണ്.